റഹ്മാൻ തലേദിവസം രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാളെ ഷൂട്ട് ചെയ്യാൻ പോണ സീൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു തരിക. അല്ലാതെ അവിടുത്തെ ഓഡിയൻസ്, തെലുങ്ക് ഓഡിയൻസ് പറഞ്ഞതാ, ഞാനായിട്ട് പറഞ്ഞതല്ല. എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് വലയാൻ വിളിക്കാൻ പറ്റൊന്നുമില്ലല്ലോ. ഇതിൽ ഞാൻ അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളും അല്ല. ഒരു വരുംകാല സൂപ്പർ സ്റ്റാർ ആണ് എന്നൊരു ടോക്കുണ്ട്. അതുപോലെ തന്നെ കോമഡി ഇത്ര അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു യുവനടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദിലീപേട്ടന്റെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ എങ്ങനെയാണ്? ആരോപണങ്ങളാണോ? അല്ലല്ലേ, അല്ല ഒരിക്കലും ഞാൻ അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ്. അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല എന്നുള്ള സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട്. പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളും അല്ല. ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം, എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ, ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഞാൻ കണ്ടു ട്രോൾ വീഡിയോ ഒക്കെ ദിവസം. അല്ലാതെ അവിടുത്തെ ഓഡിയൻസ്, തെലുങ്ക് ഓഡിയൻസ് പറഞ്ഞതാ, ഞാനായിട്ട് പറഞ്ഞതല്ല. എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് വലയാൻ വിളിക്കാൻ പറ്റൊന്നുമില്ലല്ലോ. അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നുകൊണ്ട് പറഞ്ഞു. സത്യമായിരുന്നു. ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത്. അവർക്കൊരു 2 സ്കെഡ്യൂള് ഈ ഞങ്ങളുടെ സിനിമയുടെ ഇടയിൽ വേണമായിരുന്നു. അപ്പോൾ വലിയൊരു സിനിമയാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ സിനിമ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഈ പടത്തിന്റെ ഒരു റൈറ്റിംഗ് നിർവഹിക്കുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയോ? ആ പ്രോസസ് എങ്ങനെയായിരുന്നു? അവരിലോട്ട് അല്ല അങ്ങനെയല്ല, ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? കാരണം അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്, ക്യാരക്ടേഴ്സിനെ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്, അവരുടെ സംഭാഷണങ്ങളിലേക്കൊക്കെ. റഹ്മാന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സെറ്റായിരുന്നു. പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ കളിയായിക്കൊണ്ടിരുന്നത്. പിള്ളേർ അവരൊരാണെങ്കിൽ ഞാനൊരു ചൂടായി എല്ലാത്തിലും കംപ്ലൈൻസ് ഒക്കെ അവർക്കെല്ലാത്തും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അവരുടെ അടുക്കിലേക്ക് റഹ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നു. ഞാൻ ഓരോ ആർട്ടിസ്റ്റിനെ കൊണ്ടുപോയി സ്ക്രിപ്റ്റ് കൊടുക്കുന്ന ഒരു വഴിയൊന്നും നിന്നിട്ടായിരുന്നു. റഹ്മാന്റെ സ്ക്രിപ്റ്റ് കൊടുക്കുക, റഹ്മാനത് മനസ്സിലായിട്ടുണ്ട്, റഹ്മാനായിരിക്കും എല്ലാവരോടും അത് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നീട് അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സിലൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്ത് വരിക. അല്ലാതെ ഞാൻ പോയി പരിപാടി നിന്നിട്ട് സാധനം പിടിക്കുക എന്നുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതിവിടെ എളുപ്പമായിരുന്നു പരിപാടി. ഭയങ്കര ഡയലോഗ് എഴുത്തിലൊരു ഭാഗമാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ സീനുകളെല്ലാം റഹ്മാൻ തലേദിവസം രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാളെ ഷൂട്ട് ചെയ്യാൻ പോണ സീൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു തരിക. അപ്പൊ അത് പക്ഷെ അതിലൊരു രസമായിരുന്നൊരു 95 ദിവസം അതിലൊരു ചർച്ചയും ഡിസ്കഷനൊക്കെ ഫുൾ ടീമായിട്ടൊക്കെ. ഈ സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും ദിവസവും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളത് ഒരു 3 മണിക്കാണെങ്കിൽ 4 മണിയാകുമ്പോൾ എല്ലാവരും വന്നിരുന്നു. 1 മണിക്കൂർ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഡിസ്കഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നുന്നത്.